ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് മാലാഖമാർ പാടിയ, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തെക്കുറിച്ച് ദൂതന്മാർ വിളിച്ചറിയിച്ച മഹത് സംഭവം. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുക ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച മഹാകാരുണ്യത്തിന്റെ ഓർമ്മ ഒരു വർഷം കൂടി ആഘോഷിക്കുവാൻ അവസരം നൽകിയ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ധ്യാന ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ധ്യാന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം നൽകുന്ന സ്വപ്നങ്ങൾ. അതിനാധാരമായ വാക്യം ഉൽപ്പത്തി 37 5 വാക്യത്തിന്റെയും 9 വാക്യത്തിന്റെയും ആദ്യ ഭാഗങ്ങൾ. യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും പകച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിലെ ഏകദേശം 14 അധ്യായങ്ങളിൽ യോസഫിന്റെ ജീവിതയാത്ര രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിന്റെ ആൺമക്കൾക്ക് യഹോവയായ ദൈവത്തെ ആരാധിക്കുവാനും പിൻപറ്റാനുമുള്ള അവസരം ഉണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. ഷേഖേമിലും ബേഥേലിലുമൊക്കെ യാക്കോബ് യാഗപീഠം പണിത് ആരാധിച്ചപ്പോൾ അവർ അതിൽ പങ്കാളികൾ ആയിട്ടുണ്ടാകും. എന്നാൽ ദൈവത്തെ അടുത്തറിഞ്ഞത് യോസഫ് മാത്രമായിരിക്കും. അതുകൊണ്ട് ദൈവം തന്റെ നിയോഗം വെളിപ്പെടുത്തുന്നത് യോസഫിന് 2 സ്വപ്നങ്ങളിലൂടെയാണ്. ദൈവവുമായുള്ള ബന്ധത്തിലൂടെ തന്റെ ജീവിതത്തിൽ യൗവനപ്രായത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചവനാണ് യോസഫ് എന്ന് പോത്തിഫറിന്റെ ഭവനത്തിലെ കഠിന പരീക്ഷയുടെ നടുവിൽ ആ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ദൈവം നൽകിയ സ്വപ്നം സഹോദരന്മാരോട് അറിയിക്കുവാൻ ശ്രമിച്ചതിലൂടെ അവരുടെ വിദ്വേഷം വർദ്ധിക്കുവാൻ കാരണമായി. മുമ്പേ തന്നെ യോസഫ് പിതാവിന്റെ മാനസപുത്രൻ ആയതിനാൽ അവർ അവനെ വെറുത്തിരുന്നു. സഹോദരന്മാർ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും പിന്നീട് മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റുകളയുകയും ചെയ്തു. എങ്കിലും ദൈവം നൽകിയ സ്വപ്നങ്ങൾ ജോസഫിന്റെ ജീവിതത്തിന് കാവലായി. കാരാഗൃഹത്തിന്റെ ഇരുട്ടിലും ആ സ്വപ്നങ്ങൾ പ്രതീക്ഷയുടെ വെളിച്ചമായി. ദൈവത്തോട് വിശ്വസ്തനായി വിശുദ്ധിയോടെ ജീവിക്കുവാൻ, തന്നെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച സഹോദരങ്ങളോട് വിദ്വേഷത്തിന്റെ ഒരു തരി പോലും ഉള്ളിലില്ലാതെ ദൈവ നിയോഗത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ചുവടുവയ്ക്കുവാൻ യോസഫിന് ഊർജം ലഭിച്ചത് തീർച്ചയായും ഈ സ്വപ്നങ്ങളിലൂടെ തന്നെയായിരിക്കാം. ഉൽപ്പത്തി 44, 45 അധ്യായങ്ങളിൽ സഹോദരങ്ങളെ വീണ്ടും കാണുമ്പോൾ എല്ലാവരുടെയും ജീവരക്ഷയ്ക്കായിട്ടാണ് ദൈവം തന്നെ ഇവിടേക്ക് അയച്ചതെന്ന് യോസഫ് പറയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികളിലുള്ള പൂർണ്ണ വിശ്വാസമാണ് ദർശിക്കുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇത് യുദ്ധങ്ങളുടെയും ക്ഷാമങ്ങളുടെയും ഉരുൾപൊട്ടലുകളുടെയും കാലമാണ്. അരക്ഷിതാവസ്ഥയിലും അസമാധാനത്തിലും കഴിയുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റിലും ഉണ്ട്. നന്മകളെ കുഴിച്ചു മൂടുന്ന, കൊന്നുകളയുന്ന വർത്തമാനകാല സാഹചര്യങ്ങളിൽ ക്രിസ്തു എന്ന രക്ഷകനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന മാർഗദീപങ്ങളായി നാം മാറണം. ക്രിസ്തുവിന്റെ ജനനം ഇടം നഷ്ടപ്പെട്ടവർക്ക് ഇടം നൽകാനായിരുന്നു. നിരാലംബർക്കും നിസ്സഹായർക്കും ആശ്വാസമാകുവാനാണ് ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തുവായി ഈ ഭൂമിയിലേക്ക് വന്നത്. ഇന്ന്
ദുരന്ത അനുഭവങ്ങളിൽ കടന്നു പോകുന്ന ജനതയ്ക്ക് ക്രിസ്തു ശിഷ്യരായ നാം നൽകേണ്ട പ്രതീക്ഷ ക്രിസ്തു വീണ്ടും വരും എന്നുള്ള വലിയ സത്യമാണ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ ദൈവം നമുക്കും നിയോഗങ്ങളും സ്വപ്നങ്ങളും നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റെടുത്താൽ പ്രതിബന്ധങ്ങളും പ്രതിരോധങ്ങളും തള്ളപ്പെടലും കാരാഗ്രഹവും നേരിടേണ്ടി വന്നേക്കാം. യോസഫിനെ പോലെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടെങ്കിൽ, പുറമെ വിശുദ്ധിയുടെ കവചമുണ്ടെങ്കിൽ ദൈവം കരം പിടിക്കും, സ്വപ്ന സാഫല്യത്തിലേക്ക് നമ്മെ നയിക്കും. അതിനായുള്ള തീരുമാനമെടുക്കുവാൻ ഈ ആഗമനകാല നോമ്പ് ദിനങ്ങൾ നമ്മെ ശക്തീകരിക്കട്ടെ. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആഹ്വാനങ്ങൾക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്വപ്നങ്ങളെ ഏറ്റെടുക്കുവാൻ ഉള്ള വിശുദ്ധിയും വിശ്വാസത്തിന്റെ ഉറപ്പും ഞങ്ങൾക്ക് നൽകണമേ. ഈ ആഗമനകാല നോമ്പ് ദിനങ്ങളിൽ കർത്താവേ, ആ വിശുദ്ധിയിലേക്ക് വളരുവാൻ ഞങ്ങളുടെ ജീവിതത്തെ നീ ഒരുക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.